Good morning all. Today let us start with the next subdivision in the packet switched network, which is virtual circuit network. So in switching network we have already studied switching network classification. We have already studied circuit switched network, and in packet switched network we have studied the first classification, which is datagram network. So now we are going to see the virtual circuit network. Okay, so we know the difference between circuit switched network and datagram network. Okay, so virtual circuit network is actually the combination of these two, circuit switched and datagram. It is having most of the characteristics of circuit switched network as well as datagram network. Okay, let us see what all the characteristics which are similar in circuit switched network and datagram network. Okay, so the topic is virtual circuit network. A virtual circuit network, which is also known as VCN, is a cross between or a combination between circuit switched network and datagram network. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച സർക്യൂട്ട് സ്വിച്ച്ഡും ഡാറ്റാഗ്രാമിൻ്റെയും കോമ്പിനേഷനാണത്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ആസ് ഇൻ സർക്യൂട്ട് സ്വിച്ച്ഡ്. ഇനി എന്താണ് അവർ തമ്മിലുള്ള ഒരു സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സർക്യൂട്ട് സ്വിച്ചിൻ്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സാണ് എടുത്തിരിക്കുന്നത്? സർക്യൂട്ട് സ്വിച്ചിൽ നമ്മൾ പഠിച്ചു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് നമുക്ക് ഒരു സെറ്റപ്പ് ഫേസും ഡാറ്റ ട്രാൻസ്ഫർ ഫേസും ടിയർ ഡൗൺ ഫേസും, അങ്ങനെ 3 ഡിഫറെൻറ്റ് ഫേസ് ഉണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതേ 3 ഫേസ് ഇവിടെ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതിൽ? വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ. വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ നമ്മൾ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ പഠിച്ച ആ 3 ഫേസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആസ് ഇൻ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ദർ ആർ സെറ്റപ്പ് ഫേസ്, ടിയർ ഡൗൺ ഫേസ് ആൻഡ് 1 more ഡാറ്റ ട്രാൻസ്ഫർ ഫേസ്. ഓക്കെ, ഇനി സർക്യൂട്ട് സ്വിച്ച്ഡ് പോലെ റിസോഴ്സ് ക്യാൻ ബി അലോക്കേറ്റഡ് ഡ്യൂറിങ് സെറ്റപ്പ് ഫേസ്. ഇപ്പോൾ സെറ്റപ്പ് ഫേസിലാണ് നമ്മൾ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ സർക്യൂട്ട് സ്വിച്ച് പഠിച്ച അതേ സംഭവം. ഓക്കെ, ഇനി പാക്കറ്റ് സ്വിച്ച് അല്ലെങ്കിൽ ഡാറ്റാഗ്രാമിൻ്റെ സിമിലാരിറ്റി, ഡാറ്റാഗ്രാമിൻ്റെ എന്ത് ഫീച്ചറാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഡാറ്റാഗ്രാമിൻ്റെ നമ്മൾ പറഞ്ഞു, ഡാറ്റാഗ്രാമിൽ നമ്മൾ മെസ്സേജസിനെ പാക്കറ്റാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ പാക്കറ്റൈസേഷൻ ഫീച്ചറാണ് ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആസ് ഇൻ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ഡാറ്റ ആർ പാക്കറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു മെസ്സേജിന് നമ്മൾ ഒരു വേരിയബിൾ സൈസ്ഡ് ബോക്സ് അല്ലെങ്കിൽ വേരിയബിൾ സൈസ്ഡ് ഒരു കണ്ടെയ്നറാക്കി മാറ്റും നമ്മൾ. ഓക്കെ, അതിനാണ് പാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈച്ച് പാക്കറ്റ് ക്യാരീസ് അഡ്രസ് ഇൻ ദ ഹെഡർ. ഓക്കെ, ഓരോ പാക്കറ്റിനകത്തും അടുത്ത ഏത് സ്വിച്ചിലോട്ടാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഏതിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിൻ്റെല്ലാം അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെഡറിലാണ് നമ്മൾ അഡ്രസ്സ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സിമിലാരിറ്റി. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൻ്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്, നമ്മുടെ സർക്യൂട്ട് സ്വിച്ചിൽ നമ്മൾ കണക്ഷൻ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ വേണ്ടിയിട്ട് 3 ഫേസസ് ഉണ്ട്. ടിയർ ഡൗൺ ഫേസ്, സെറ്റപ്പ് ഫേസ്, ദെൻ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ്. ആ 3 എണ്ണം ഇവിടെയുണ്ട്. പിന്നെ റിസോഴ്സ് അലോക്കേഷൻ്റെ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി ഡാറ്റാഗ്രാമിൻ്റെ എന്ത് ഫീച്ചറാണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജുകൾ നമ്മൾ പാക്കറ്റാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു പാക്കറ്റിനകത്ത് ഡാറ്റ ഉണ്ടാവും, അഡ്രസ്സും ഉണ്ടാവും. ഓക്കെ, ആ അഡ്രസ്സ് ഇരിക്കുന്ന ഹെഡറിലാണ്. ഓക്കെ, ആസ് ഇൻ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ഓൾ പാക്കറ്റ്സ് ഫോളോ ദ സെയിം പാത്ത്. പിന്നെ വേറൊരു ഫീച്ചറും കൂടെയുണ്ട്, സർക്യൂട്ട് സ്വിച്ചിൻ്റെ ഒരു ഫീച്ചറും കൂടെയുണ്ട്. നമ്മൾ എല്ലാ പാക്കറ്റുകളും ഒരേ പാത്ത് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡാറ്റാഗ്രാമിൽ അങ്ങനെയല്ല. ഡാറ്റാഗ്രാമിൽ എങ്ങനെ എഴുതുന്നു? ഈച്ച് പാക്കറ്റ് ഈസ് ഫോളോയിങ് taking different path to reach the destination. Okay, that is not happening in the virtual circuit network. അപ്പോൾ ഇവിടെ എല്ലാ പാക്കറ്റ്സും ഒരേ പാത്ത് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ റൗട്ടറിന് പകരം ഇവിടെ സ്വിച്ചസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ സ്വിച്ചസ് വഴി ഒരേ പാത്ത് എടുത്തിട്ടാണ് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ എയിൽ നിന്ന് ഇപ്പം സിയിലോട്ട് എത്തണമെങ്കിൽ ഈ സ്വിച്ച് വഴി പോകാം. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് പോകണമെങ്കിൽ ഇതുവഴി പോകും.
ഓക്കെ, എയിൽ നിന്ന് ഡിയിലോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ഇതുവഴി പോകുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുവഴി പോകും. ഓക്കെ, ഒൺലി തിങ് എല്ലാ പാക്കറ്റ്സും ഒരേ പാത്തിൽ കൂടെ ആയിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്വിച്ചാണ്. അപ്പോൾ ഈ ഓരോ പാക്കറ്റ്സ് ഈ സ്വിച്ചിൽ വന്നിട്ട് റൂട്ട് ചെയ്താണ് അടുത്ത സ്വിച്ചിലേക്ക് പോവുക. ഓക്കെ, ദ നെറ്റ്വർക്ക് ഹാസ് സ്വിച്ചസ് ദാറ്റ് അലോ ട്രാഫിക് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അപ്പോൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ സ്വിച്ചിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 അഡ്രസ്സിങ് മെത്തേഡ്സ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. 2 അഡ്രസ്സിങ് മെത്തേഡ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബൽ അഡ്രസ്സിങ്, സെക്കൻഡ് വൺ ഈസ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ. സോ ഗ്ലോബൽ അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സോഴ്സ് അഡ്രസ്സ് ഏതാണ്, ഡെസ്റ്റിനേഷൻ നോഡ് ഏതാണ്, സോഴ്സ് നോഡിൻ്റെ അഡ്രസ്സും ഡെസ്റ്റിനേഷൻ നോഡിൻ്റെ അഡ്രസ്സും ആണ് ഈ ഗ്ലോബൽ അഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സ് ഓർ ദ ഡെസ്റ്റിനേഷൻ നീഡ് ടു ഹാവ് എ ഗ്ലോബൽ അഡ്രസ്, ആൻ അഡ്രസ് ദാറ്റ് ക്യാൻ ബി യുണീക്ക് ഇൻ ദ സ്കോപ്പ് ഓഫ് എ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഒബ്വിയസ്ലി അത് യുണീക്ക് ആയിരിക്കും. കാരണം ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഒരേപോലെ ഇരിക്കുന്ന 2 അഡ്രസ്സ് ഉണ്ടാവില്ല. ഓക്കെ, അത് യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സ് വഴി നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു അഡ്രസ്സ് പോരെ, സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കൊണ്ട് നമുക്ക് എത്താൻ പറ്റില്ല. ഇല്ല, നമുക്ക് അതിൻ്റെ ഇടയിൽ വേറൊരു അഡ്രസ്സിങ് കൂടെ വേണം. ദാറ്റ് ഈസ് നോൺ ആസ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ. അപ്പോൾ ഈ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി യൂസ് ടു ഐഡൻറ്റിഫൈ ദ സ്വിച്ച്. ഓക്കെ, ഒരു സ്വിച്ചിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ഐഡൻറ്റിഫയർ വേണം. നമ്മൾ ഈ ഒരു പാക്കറ്റ് ഈ സ്വിച്ചിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിൻ്റെ ഐഡൻറ്റിഫയർ അറിയണം. ഈ സ്വിച്ചിൽ നിന്ന് ഈ സ്വിച്ചിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ ഐഡൻറ്റിഫയർ അറിയണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പാക്കറ്റിന്. ദി ഐഡൻറ്റിഫയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ ഈസ് കോൾഡ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ. ഓക്കെ, നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ എ ഫ്രെയിം ബിറ്റ്വീൻ 2 സ്വിച്ചസ്. ഓക്കെ, അപ്പോൾ ഒരു 2 സ്വിച്ചിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു അഡ്രസ്സിംഗ് ആണിത്. ഓക്കെ, ഒരു ഫ്രെയിമിനകത്താണ് നമ്മൾ ആ അഡ്രസ്സിംഗ് നമ്മൾ കൊടുക്കുന്നത്. When a frame arrives at the switch, it has VCI. When it leaves, it has different VCI. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട പാക്കറ്റിന് നമ്മളൊരു ഫ്രെയിമിനകത്താക്കും. എന്നിട്ട് ആ ഫ്രെയിമിൽ നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ ഉണ്ടാവും, ഈ പറഞ്ഞ VCI ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രെയിം ഒരു സ്വിച്ചിലെത്തുമ്പോഴത്തേക്കും അതിൻ്റെ VCI ആ സ്വിച്ചിൽ നിന്ന് കയറി പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ദ VCI വിൽ ബി ചേഞ്ച്ഡ്. ഓക്കെ, ഇപ്പോൾ VCI നമ്മൾ കയറുമ്പം ഒരു VCI ആയിരിക്കും, ഇറങ്ങുമ്പോൾ വേറൊരു VCI ആയിരിക്കും. ഓക്കെ, സോ വെൻ എ ഫ്രെയിം അറൈവ്സ് അറ്റ് ദ സ്വിച്ച് ഇറ്റ് ഹാസ് എ VCI, വെൻ ഇറ്റ് ലീവ്സ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് VCI. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവില്ല. ലെറ്റ് us എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് ഒരു സ്വിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാക്കറ്റ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഡാറ്റ പാക്കറ്റിനെ നമ്മൾ വേറൊരു ഫ്രെയിമിനകത്ത് കൊടുക്കും. ഓക്കെ, ആ ഫ്രെയിമിനകത്ത് ഡാറ്റ ഉണ്ടാവും, നമ്മുടെ വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ ഉണ്ടാവും, VCI ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന VCI 14 ആണ്. ഓക്കെ, ഇപ്പോൾ VCI 14 എന്ന് പറയുമ്പോഴത്തേക്കും ഈ കറസ്പോണ്ടിങ് സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റൗട്ടറിൻ്റെ ഐഡൻറ്റിഫയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇതുവഴി പോകും. ഇനി ഇതിനകത്ത് കയറിയിട്ട് ഇത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇനി അടുത്ത സ്വിച്ചിലോട്ടായിരിക്കും പോകേണ്ടത്. അപ്പോൾ അടുത്ത സ്വിച്ചിൻ്റെ ഐഡൻറ്റിഫയർ ഈ സ്വിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ 14 എന്നുള്ള മാറി വേറെ എണ്ണമാവും 77. കണ്ടോ, ക്ലിയർ? ഇതാണ് നമ്മൾ കയറുമ്പോൾ ഒരു VCI ആയിരിക്കും, അവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു VCI ആയിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, സോ VCI ഈസ് ആക്ച്വലി an identifier that is used to identify the switch. Okay, when it enters into the VCI it will having one VCI, when it leaves it will having different VCI, but the data is not changing. ഡാറ്റ മാറുന്നില്ല, ഈ VCI എന്ന് പറയുന്ന ഈ ഒരു ലേബിൾ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ 3 ഫേസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സർക്യൂട്ട് സ്വിച്ച്ഡ് പോലെ വി ആർ ഹാവിങ് 3 ഡിഫറെൻറ്റ് ഫേസസ്. എന്താണെന്നുള്ളത് നമുക്കറിയാം, അത് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആസ് ഇൻ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക്, എ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ നീഡ് ടു ഗോ ത്രൂ 3 ഫേസസ്. 3 ഫേസ് വഴി കടന്നു പോകേണ്ടതുണ്ട്. ഡാറ്റ ട്രാൻസ്ഫർ, സെറ്റപ്പ് ഫേസ്, ടിയർ ഡൗൺ ഫേസ്.
ക്ലിയർ? അപ്പോൾ നമ്മൾ സർക്യൂട്ട് സ്വിച്ചിൽ നമ്മൾ ഓർഡർ മാറ്റിയാണ് പഠിച്ചു. ആദ്യം സെറ്റപ്പ് ഫേസ്, പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ്, ടിയർ ഡൗൺ ഫേസ്. ഇവിടെ അവർ പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് ആദ്യം പറയുക, പിന്നെ സെറ്റപ്പ് ഫേസ്, ടിയർ ഡൗൺ ഫേസ്. ഓക്കെ, ഇനി നോർമൽ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് എങ്ങനെ നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ടു ട്രാൻസ്ഫർ എ ഫ്രെയിം ഫ്രം എ സോഴ്സ് ടു ഡെസ്റ്റിനി. ഇപ്പോൾ ഫ്രെയിം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളിനി പാക്കറ്റല്ല, പാക്കറ്റിനെ നമ്മൾ വേറൊരു ഫ്രെയിമിനകത്താക്കി. കാരണം എന്താണ്, നമുക്കിവിടെ ഒരു വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ ഉണ്ട്. അപ്പോൾ ആ വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ്സിന് നമ്മൾ വേറൊരു ഫ്രെയിമിനകത്തോട്ടാക്കി. ഓക്കെ, ഇനി അതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. ടു ട്രാൻസ്ഫർ എ ഫ്രെയിം ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ, ഓൾ സ്വിച്ചസ് നീഡ് ഹാവ് എ ടേബിൾ എൻട്രി ഫോർ ദ വിർച്വൽ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ എൻട്രി ഉണ്ട്. ഓക്കെ, നമ്മൾ ഡാറ്റാഗ്രാമിൽ പഠിച്ച സിമിലർ ആയിട്ടുള്ള ഒരു ടേബിൾ എൻട്രി ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ടേബിൾ എൻട്രി നോക്കിയിട്ടാണ് ഈ പാക്കറ്റ്സ് അല്ലെങ്കിൽ ഫ്രെയിംസിനെ നമ്മൾ റൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിളിനകത്ത് എന്തൊക്കെ ഫീൽഡുണ്ട്? ദിസ് ടേബിൾ ഹാസ് ആക്ച്വലി 4 കോളം. ദ സ്വിച്ച് ഹോൾഡ്സ് ദ 4 പീസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ ഈച്ച് വിർച്വൽ സർക്യൂട്ട് ദാറ്റ് ഈസ് ഓൾറെഡി സെറ്റപ്പ്. അപ്പോൾ ഈ സ്വിച്ച് ഈ 4 ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ പാക്കറ്റ്സ് അല്ലെങ്കിൽ ഫ്രെയിംസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്വിച്ചസ് ഹോൾഡ്സ് 4 പീസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ ഈച്ച് വിർച്വൽ സർക്യൂട്ട് ദാറ്റ് ഈസ് ഓൾറെഡി സെറ്റപ്പ്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ സർക്യൂട്ടിന് വേണ്ടിയിട്ട് ഇറ്റ് വിൽ ബി ഹാവിങ് 4 ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ. Now let us see the example. So these are the frames that is having data. 2 frames are actually transmitting, and the first frame, the virtual circuit identifier is given as 77, and next is 40. Okay, so here, so all these 2 frames are reaching at this switch. Before that, we need to talk about this table entry. As I said, it is having 4 columns. Okay, അപ്പോൾ നോക്കുക, ഈ 4 കോളംസിൽ എന്താണ്? ഫസ്റ്റ് 2 കോളം എന്ന് പറയുന്നത് ഇൻകമിങ് ഫ്രെയിംസിനെ കുറിച്ചാണ്, മറ്റത് ഔട്ട് ഗോയിങ് ഫ്രെയിംസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻകമിങ് ഫ്രെയിം മസ്റ്റ് ഗോ ത്രൂ ദ പോർട്ട് 1. ഓക്കെ, പോർട്ട് 1 ആൻഡ് ദ വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ ഗിവൺ ഈസ് 40 ആൻഡ് 77. കാരണം എല്ലാ ഫ്രെയിമിനും ഒരേ വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ കൊടുക്കില്ല. ഓരോ ഫ്രെയിമിനും പല പല ഐഡൻറ്റിഫയർ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിച്ചിലേക്ക് എത്തണമെങ്കിൽ ദേ വിൽ ബി ഗിവിങ് ഡിഫറെൻറ്റ് ഐഡൻറ്റിഫയർ ഫോർ ഡിഫറെൻറ്റ് ഫ്രെയിംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോർട്ട് നമ്പർ 1ലേക്ക് വി ആർ ഹാവിങ് 2 ഫ്രെയിംസ് ആർ അപ്രോച്ചിങ്, ഹാവിങ് VCI 77 ആൻഡ് 40. ഓക്കെ, എന്നിട്ടത് പറഞ്ഞിട്ടുണ്ട്, ഈ 14 എന്ന പേരുള്ള VCI മസ്റ്റ് ഗോ ത്രൂ ദ ഔട്ട് പോർട്ട് 3. ഔട്ട് പോർട്ട് 3 വഴി പുറത്തിറങ്ങണം വിത്ത് VCI 22. ഓക്കെ, അപ്പോൾ 14 VCI ഉള്ള ഡാറ്റയെ നമ്മൾ ഏത് വഴി പുറത്തിറക്കണം? പോർട്ട് 3 വഴി പുറത്തിറക്കുക വിത്ത് VCI 22. അതുപോലെ 77 VCI ഉള്ള ഫ്രെയിമിന് വി ഹാവ് ടു പാസ് ത്രൂ ഔട്ട് ഗോയിങ് പോർട്ട് 2 വഴി പുറത്തിറങ്ങുക വിത്ത് VCI 41. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ലീവ് ചെയ്യുമ്പോഴത്തേക്കും ദ VCI വിൽ ബി മോഡിഫൈഡ്. ന്യൂ VCI ആയിരിക്കും, പുതിയ VCI ആയിരിക്കും എത്തുക. ഓക്കെ, ഇനി ഈ VCI വെച്ചുകൊണ്ടായിരിക്കും അവർ അടുത്ത ഫ്രെയിമിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്വിച്ചിലേക്ക് കടന്നു പോവുക. ഓക്കെ, ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ. ദിസ് ഈസ് ദ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് ഈസ് ആക്ച്വലി കൺട്രോൾഡ് ബൈ എ ടേബിൾ, okay, or a table entry. So this table entry has 4 columns. Each column is having the details of incoming and the outgoing port number as well as the VCIs. Clear? അപ്പോൾ ഈ രീതിയിലാണിത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഇനി രണ്ടാമത്തത് സെറ്റപ്പ് ഫേസ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഡാറ്റ ട്രാൻസ്ഫർ ഫേസാണ്. ഇനി സെറ്റപ്പ് ഫേസാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം നടക്കുന്നത്. അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഈ സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോഴ്സിൻ്റെ ഡെസ്റ്റിനേഷൻ്റെയും ആ ഒരു അക്നോളജ്മെൻറ്റ് വാങ്ങിക്കണം. അതായത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ വരെയാണ് എന്നും പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുക്കണം, എന്നിട്ട് തിരിച്ച് അതിൻ്റെ അക്നോളജ്മെൻറ്റ് വാങ്ങിച്ചാൽ മാത്രമേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവത്തുള്ളൂ. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയാൽ മാത്രമേ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, So in setup phase, a switch creates an entry for the virtual circuit. അതായത് നമ്മൾ ആ ഒരു വിർച്വൽ സർക്യൂട്ട്
അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ആ സ്വിച്ച് വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് സോഴ്സ് എ നീഡ് ടു ക്രിയേറ്റ് എ വിർച്വൽ സർക്യൂട്ട് ബി, ദ 2 സ്റ്റെപ്സ് ആർ റിക്വയർഡ്. ഇപ്പോൾ സോഴ്സ് എ, ഡെസ്റ്റിനേഷൻ ബി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കൊരു വിർച്വൽ കണക്ഷൻ അല്ലെങ്കിൽ വിർച്വൽ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ വിർച്വൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കണക്ഷനാണ്. ഓക്കെ, കണക്ഷൻ ഇവിടെ വിളിക്കുന്ന പേരാണ് വിർച്വൽ സർക്യൂട്ട്. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് വി വാണ്ട് ടു ക്രിയേറ്റ് എ വിർച്വൽ സർക്യൂട്ട്, വി റിക്വയർ 2 സ്റ്റെപ്സ്. വാട്ട് ആർ ദോസ്? സെറ്റപ്പ് റിക്വസ്റ്റ് ആൻഡ് അക്നോളജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു റിക്വസ്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോവുക. ഓക്കെ, അത് ബി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബി ഒരു അക്നോളജ്മെൻറ്റ് എയിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അതാണ് സെറ്റപ്പ് റിക്വസ്റ്റ് ആൻഡ് അക്നോളജ്മെൻറ്റ്. Okay, now let us see the 2 concepts using 2 different figures. അപ്പോൾ ആദ്യം എയിൽ നിന്ന്, so here the source is A and the destination is B. Okay, so A will send a request packet, okay, through these switches by looking at the table. ആ ടേബിൾ എൻട്രി നോക്കിയിട്ട് ആ സ്വിച്ചസ് വഴി ആ റിക്വസ്റ്റ് ആദ്യം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ഈ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിൽ നമുക്ക് ആ 3ാമത്തെ കോളം വേണ്ട. ഐ മീൻ 4ാമത്തെ കോളം, 4th കോളത്തിനുള്ള വാല്യൂസ് വേണ്ട. അതായത് ഔട്ട് ഗോയിങ് വഴി പോകുമ്പോൾ ആ ഔട്ട് ഗോയിങ് വി സി ഐ നമുക്ക് വേണ്ട. ഓക്കെ, അതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ എയിൽ നിന്ന് റിക്വസ്റ്റ് പോകുന്നു, must go through the port 1 and the VCI is 40. Okay, virtual circuit identifier is 14, so it reaches for the port 1 and this switch, and from switch 1 it will go through the outgoing port 3. Okay, 3 നിന്ന് പോവുകയാണ്. 3 നിന്ന് നേരെ പോയി switch 2-ലോട്ട് പോകും. Okay, in switch 2 it is given that the virtual circuit identifier, the packet, like the request packet must come through port 1 with the VCI 66, and it must go out or release through the port 2. Okay, port 2 വഴി അത് പുറത്തേക്ക് റിലീസ് ചെയ്യണം. ഓക്കെ, then it goes through switch 3. ഇനി സ്വിച്ച് 3ൽ പോർട്ട് 2-ൽ വരുന്നു. പോർട്ട് 2-ൽ നമ്മുടെ VCI എന്ന് പറയുന്നത് 22 ആണ്. പോർട്ട് 2-ൽ നിന്ന് ആ പാക്കറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് റിലീസ് ത്രൂ പോർട്ട് 3. ഓക്കെ, ഫ്രം പോർട്ട് 3 ഇറ്റ് വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ബി. Okay, this is how it reaches the destination 3. So in order to transfer the packet or the request from A to B, it is traveling through 3 different switches. Okay, so you please make a note of this point, that is in the setup request the outgoing VCI value is nil. We don't require any outgoing VCI value. ഓക്കെ, കാരണം അവിടെ ഒരു ഫ്രെയിം അല്ല സെൻഡ് ചെയ്യുന്നത്, അവിടെ ഒരു റിക്വസ്റ്റാണ്, കണക്ഷന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് റിക്വസ്റ്റാണ് പോകുന്നത്. അപ്പോൾ സെറ്റപ്പ് റിക്വസ്റ്റ് ഈ പാത്ത് വഴി ഇവിടെ എത്തി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് ഇതേ പാത്തിൽ കൂടെ പോകണം. ആ സമയത്ത് നമ്മൾ ഈ ഔട്ട് ഗോയിങ് VCI നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ VCI 77 എന്ന് നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ, VCI 77. അപ്പോൾ നമ്മളിനി തിരിച്ചാണ് നോക്കുന്നത്, ടേബിളിന് തിരിച്ചാണ് നോക്കേണ്ടത്. So the acknowledgement will be going from B to A through, first it will pass through the switch 3. Okay, switch 3-ൽ ഏത് പോർട്ടാണ്? പോർട്ട് 3, VCI 77. Okay, and it must release through port 2 or it must leave through port 2. port 2 വഴി പുറത്തിറങ്ങുക. Okay, with VCI 22. Okay, അപ്പോൾ പോർട്ട് 2 വഴി പുറത്തിറങ്ങുക. എന്നിട്ട് ഏത് വഴിയാണ് കയറേണ്ടത്? ഇത് കയറേണ്ടത് പോർട്ട് 2-ലോട്ടാണ്. സ്വിച്ച് 2-ൻ്റെ പോർട്ട് 2-ലോട്ട് കയറണം. ഓക്കെ, പോർട്ട് 2 വഴി കയറി. അപ്പോൾ VCI എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ, ഈ VCI ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടുത്തെ ഇൻകമിങ് VCI ആണ് ഇവിടുത്തെ ഔട്ട് ഗോയിങ് VCI ആയിട്ട് മാറുന്നത്. ഇനി സ്വിച്ച് 2-ലെത്തിയ ആ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇനി അടുത്ത സ്വിച്ചിലേക്ക് പോകുന്നു, റൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ VCI എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻകമിങ് VCI ഉണ്ടല്ലോ 66, ഈ സ്വിച്ച് 2-ലുള്ള ഇൻകമിങ് VCI ആയിരിക്കും അടുത്ത സ്വിച്ചിൻ്റെ ഔട്ട് ഗോയിങ് VCI. ഓക്കെ, അപ്പോൾ അത് പോർട്ട് 1 വഴി ഈ അക്നോളജ്മെൻറ്റ് റിക്വസ്റ്റ് പോകുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ റീച്ച് അറ്റ് ദ പോർട്ട് 3.
ഈ പോർട്ട് 3 ആ സംഭവം പോർട്ട് 1 വഴി VCI 14 എന്നുള്ള രീതിയിൽ തിരിച്ച് ഇതിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അക്നോളജ്മെൻറ്റിൽ ഈ VCI 14 അവിടെ കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണക്ഷൻ സെറ്റപ്പും കണക്ഷൻ അക്നോളജ്മെൻറ്റും ഓക്കെ ആയി കഴിഞ്ഞു. സോ ദിസ് മീൻസ് ദാറ്റ് ദ കണക്ഷൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഫേസിലാണ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും റിസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഈ അക്നോളജ്മെൻ്റ് എല്ലാം കൊടുത്ത് വരുമ്പോഴത്തേക്കും ദ റിസോഴ്സസ് വിൽ ബി അലോക്കേറ്റഡ്. അപ്പോൾ ഈ റിസോഴ്സ് അലോക്കേഷൻ നമ്മൾ പഠിച്ചത് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിലാണ്, ഫസ്റ്റ് കേസിലാണ് പഠിച്ചത്. അതേ കോൺസെപ്റ്റ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പം നമ്മുടെ സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അല്ലേ? സെറ്റപ്പ് റിക്വസ്റ്റ് ആൻഡ് ദ അക്നോളജ്മെൻറ്റ്. ഫസ്റ്റ് വി മസ്റ്റ് റിക്വസ്റ്റ് ഫോർ എ കണക്ഷൻ ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. Okay, then we have to get the acknowledgement from the destination to the source. Only after completion of these two processes the connection will be established. Okay, now the third phase is the teardown phase. Okay, this is the third phase. 3 എന്ന് എഴുതണം. Third phase. In this phase, source A, after sending all the frame to B, sends a special frame called teardown request. അപ്പോൾ എല്ലാ ഫ്രെയിമും ട്രാൻസ്ഫർ ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ എല്ലാം കഴിയുമ്പോഴത്തേക്കും സോഴ്സ് എ എന്ത് ചെയ്യുന്നു? സോഴ്സ് ബിയിലോട്ട് ഒരു എംപ്റ്റി ഫ്രെയിം കൊടുക്കും, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രെയിം കൊടുക്കും. ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രെയിമാണ് ടിയർ ഡൗൺ റിക്വസ്റ്റ്. അതായത് ഇനി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ റിസോഴ്സസ് എല്ലാം ഡിഅലോക്കേറ്റ് ചെയ്ത് ടേബിളെല്ലാം ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ആ ടിയർ ഡൗൺ റിക്വസ്റ്റിൻ്റെ അർത്ഥം. കാരണം നമ്മൾ ഈ സമയത്ത് ഓരോ റിക്വസ്റ്റ് കൊടുത്ത് നമ്മൾ അക്നോളജ്മെൻ്റ് എല്ലാം വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ടേബിളെല്ലാം കറസ്പോണ്ടിങ് ടേബിൾസ് എല്ലാം ടേബിൾ എൻട്രി എല്ലാം നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി ആ ടേബിൾ എൻട്രി എല്ലാം നമ്മൾ മാറ്റുകയാണ്, ഇനി അത് വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ ടിയർ ഡൗൺ റിക്വസ്റ്റ് കൊടുക്കുന്നത്. സോ ഇൻ ദിസ് ഫേസ് ദ സോഴ്സ് എ ആഫ്റ്റർ സെൻഡിങ് ഓൾ ദ ഫ്രെയിം ടു ബി സെൻഡ്സ് എ സ്പെഷ്യൽ ഫ്രെയിം കോൾഡ് ടിയർ ഡൗൺ റിക്വസ്റ്റ്. ഓൾ സ്വിച്ചസ് ഡിലീറ്റ് ദ കറസ്പോണ്ടിങ് എൻട്രി ഫ്രം ദ ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും എല്ലാ സ്വിച്ചസും ഈ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്ത് ആ ടേബിൾ എൻട്രി എല്ലാം എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതാണ് ഈ വിർച്വൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഈ സെറ്റപ്പ് റിക്വസ്റ്റ് സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു ടേബിൾ എൻട്രിയാണ്. അത് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം എടുത്ത് റിമൂവ് ചെയ്ത് കളയും. ക്ലിയർ? ഇതാണ് ടിയർ ഡൗൺ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ടിയർ ഡൗൺ ഫേസ് ദ സെൻഡർ വിൽ ട്രാൻസ്മിറ്റ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രെയിം കോൾഡ് ടിയർ ഡൗൺ റിക്വസ്റ്റ്. So after sending this teardown request, all the resources will be deallocated and all the table entry in the corresponding switches will be removed. Okay, this is the concept. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് ഫേസസ് എന്ന് പറയുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ ഫേസ്, സെറ്റപ്പ് ഫേസ് ആൻഡ് ടിയർഡൗൺ ഫേസ്. ഓക്കെ, ഇത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കോൺസെപ്റ്റാണ്. ഇനി ഇതിൻ്റെ ഡിലേ എങ്ങനെയാണ് വരുന്നത്? ഡിലേ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കണക്ഷൻ സെറ്റപ്പിനും ടിയർ ഡൗണിനും വേണ്ടിയിട്ട് ഓരോ ടൈം ഡിലേ നമ്മൾ പോകുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ ടൈം ഡിലേ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ദർ ഈസ് 1 ടൈം ഡിലേ ഫോർ സെറ്റപ്പ് ആൻഡ് 1 ടൈം ഡിലേ ഫോർ ടിയർ ഡൗൺ. അപ്പോൾ ടോട്ടൽ ടൈം ഡിലേ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ്? ദർ ആർ 3 ട്രാൻസ്മിഷൻ ടൈംസ്. ഓക്കെ, ഈ ട്രാൻസ്മിഷൻ ടൈംസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതായത് ഈ ഒരു സ്വിച്ചിൽ നിന്ന് ഇതിലേക്ക് പോവാം, ഈ സ്വിച്ചിൽ നിന്ന് ഇതിലേക്ക് പോകുന്ന സമയം, ഈ സ്വിച്ചിൽ നിന്ന് ഇതിലേക്ക് പോകുന്ന സമയം. ഓക്കെ, കാരണം സ്വിച്ചിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ചെറിയൊരു ഡിലേ വരും. ഓക്കെ, ഈ സ്വിച്ചിൽ നിന്ന് ഈ റിക്വസ്റ്റ് അല്ലെങ്കിൽ പാക്കറ്റ് അല്ലെങ്കിൽ ഫ്രെയിം ഇവിടെ എത്തുമ്പോഴത്തേക്കും ദർ വിൽ ബി എ സ്മോൾ ഡിലേ. ഓക്കെ, for processing. After processing only that packet will be transferred to the next switch. അവിടെ നിന്നും ചെറിയൊരു ഡിലേ ഉണ്ടാവും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് only it will be transferred to the third switch or the destination, whatever it is. So okay, so in each switch will be having a separate time delay. Okay, അപ്പോൾ അതാണ് ഈ 3 ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, 3 ട്രാൻസ്മിഷൻ ഡിലേ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 3T ട്രാൻസ്മിഷൻ ഡിലേ. ദെൻ നമ്മുടെ സെറ്റപ്പ് ഡിലേയും
ടിയർ ഡൗൺ ഡിലേ. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സെറ്റപ്പ് ഡിലേ, ടിയർ ഡൗൺ ഡിലേ. പിന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ ഡിലേ ഉണ്ട്. ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. അതായത് ഇവിടെ നിന്ന് ഇതിലേക്ക് എത്തുമ്പോൾ ഉള്ള ആ ഒരു ഡിലേ. ഓക്കെ, അതതിൻ്റെ സ്ലോപ്പ് ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് 3 ടോ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ട്രാൻസ്മിഷൻ ടൈം, ഓക്കെ, 3 ട്രാൻസ്മിഷൻ ടൈം, 3 പ്രൊപ്പഗേഷൻ ടൈം, then setup delay and tear down delay. This is the total delay that is caused in the virtual circuit network. Okay, അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. So the total delay is 3t plus 3 tau. This 3 tau is the propagation time or propagation delay. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താനുള്ള പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പോൾ ആ സ്ലോപ്പിൻ്റെ ഇത് വെച്ചിട്ടാണ്, ആ സ്ലോപ്പിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഈ 3 ടോ കണ്ടുപിടിക്കുക. പ്ലസ് സെറ്റപ്പ് ഡിലേ ആൻഡ് ടിയർ ഡൗൺ ഡിലേ. സെറ്റപ്പ് ഡിലേ ഇതാണ്. സെറ്റപ്പ് ഡിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് കൊടുത്തില്ലേ, അവിടെ നിന്ന് റിക്വസ്റ്റ് കൊടുത്തു തിരിച്ചു വന്നു, ആ ഡിലേ ആണ് സെറ്റപ്പ് ഡിലേ. ഓക്കെ, ഇനി ടിയർ ഡൗൺ ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണക്ഷൻ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രെയിം കൊടുത്തു എന്ന് പറയുന്നത് ടിയർ ഡൗൺ ഫ്രെയിം. ഓക്കെ, ആ ഫ്രെയിം കൊടുക്കാനുള്ള സമയം, അതാണ് ടിയർ ഡൗൺ, അതാണ് ടിയർ ഡൗൺ ഡിലേ. ക്ലിയർ? സോ ദിസ് ഈസ് ദ total delay caused in a virtual circuit network. Okay, so this is a very important topics. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഈ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കി പഠിക്കണം. സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ 3 ക്ലാസിഫിക്കേഷനാണ്: സർക്യൂട്ട് സ്വിച്ച്ഡ് ആൻഡ് പാക്കറ്റ് സ്വിച്ച്ഡ്. പാക്കറ്റ് സ്വിച്ച്ഡ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ആൻഡ് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്. Okay, so first we have studied the characteristics of switched network and datagram network. And virtual circuit network is actually the combination of these two things. Okay, it is having the characteristics of both the circuit switched network and datagram network. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഈ മെസ്സേജ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് നമുക്ക് വേണ്ട, നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലപോലെ പഠിക്കാം. താങ്ക് യു.